നമസ്കാരം. ഞാൻ ജോയിക്കുട്ടി, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രാക്ടീഷണർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഭയത്തെക്കുറിച്ചും അമിത ഭയത്തെക്കുറിച്ചുമാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകർ ഈ ഭയം മൂലം, അമിത ഭയം മൂലം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭയം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ പരിണത ഫലങ്ങൾ എന്തെല്ലാം, അതേപോലെ അമിത ഭയം, ഫോബിയ, അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒക്കെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത്. ഭയം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ശാരീരികമായോ മാനസികമായോ വൈകാരികമായോ യാഥാർത്ഥ്യമായോ സാങ്കല്പികമായിട്ടോ നമ്മളിലേക്ക് വരുന്ന വെല്ലുവിളിയെ നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നു. ആ വെല്ലുവിളി മൂലം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഭാവമാണ് ഭയം. അതായത് യൂണിവേഴ്സൽ ഇമോഷൻസിൽ പ്രധാനപ്പെട്ട ഒരു ഇമോഷനാണ് ഭയം എന്ന് പറയുന്നത്. ഈ ഭയം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ അറിയാം. നമ്മുടെ ബ്രെയിനിൽ ഒരു സാധാരണ ഒരു ചെറിയ ഒരു അവയവമാണ് അമിഗ്ഡാല എന്ന് പറയുന്നത്. അതായത് ബദാമിൻ്റെ ആ വലിപ്പത്തിലുള്ള നമ്മുടെ ബ്രെയിനിലുള്ള ഈ അമിഗ്ഡാല നമ്മുടെ മുന്നിൽ വരുന്ന വെല്ലുവിളിയെ, ഭീഷണിയെ മനസ്സിലാക്കി അത് ഹൈപ്പോ ക്യാമ്പസിന് കൊടുക്കുന്നു. ഈ ഹൈപ്പോ ക്യാമ്പസിൽ കൊടുക്കുന്ന ആ അവസരത്തിൽ അവിടെ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ, അവിടെ നമുക്ക് സ്ട്രെസ് ഹോർമോണുകൾ ഉണ്ടാക്കി നമ്മിലെ ഈ ഭയത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഓരോന്നും നമ്മളിൽ ഉളവാക്കുന്ന പ്രത്യാഘാതങ്ങളും അതിൻ്റെ റിസൾട്ടും എല്ലാം. ഈ NLPയിലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ ഇത് നമ്മളിൽ പ്രധാനമായിട്ട് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, നമ്മൾ കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ് നമ്മളിൽ ഇത് പ്രധാനമായിട്ട് കുടികൊള്ളുന്നത്. അതായത് നമ്മുടെ ഈ ഭയം, നമുക്ക് ഭയമില്ലായിരുന്നുവെങ്കിലൊന്ന് ഓർത്ത് നോക്കിയേ, പല പ്രതിസന്ധികളെയും പല അപകടങ്ങളെയും തരണം ചെയ്യുന്നതിന് നമുക്ക് ഭയം ആവശ്യമാണ്. അതായത് നമ്മുടെ നേരെ ഒരു വണ്ടി പാഞ്ഞു വരികയാണ്, ആ ഭയം കണ്ട് നമ്മൾ മാറുന്നു, അല്ലെങ്കിൽ നമ്മൾ മാറുന്നില്ലെങ്കിൽ ആ വണ്ടി നമ്മളെ ഇടിച്ചിടും. അതേപോലെ നമ്മളൊരു വലിയ ഗർത്തത്തിലാണ് വീണ്ടും നമ്മൾ നടക്കുകയാണെങ്കിൽ ആ ഗർത്തത്തിലേക്ക് വീഴും. നമുക്ക് ഭയം ഉടനെ നമുക്ക് ഉണ്ടാകുന്നു, നമ്മൾ മാറിപ്പോകുന്നു. ഇവിടെ ഭയം അമിതമാകുകയാണെങ്കിൽ ഭയത്തെ നമുക്ക് അതിനെ നമുക്ക് എപ്രകാരമാണ് ഇതിനെ നേരിടേണ്ടത്, എങ്ങനെ അതിനെ മോഡറേറ്റ് ചെയ്തുകൊണ്ട് പോകാം എന്നറിയാതെ വരുമ്പോഴാണ് ഭയം കൂടുകയും അത് അമിത ഭയമായിട്ട് ഫോബിയാസ് ആയിട്ട് മാറി നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്യുന്നത്. ഈ ഭയം വലിയ തീവ്രതയിൽ സ്ഥിരമായി നിൽക്കപ്പെടുമ്പോഴാണ് ഈ ഫോബിയാസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫോബിയാസ് മനുഷ്യനെ വളരെയധികം പ്രയാസത്തിലേക്ക് കൊണ്ടുപോകും. അതിനുള്ള ധാരാളം ടെക്നിക്കുകളുണ്ട്, ധാരാളം തെറാപ്പികളുണ്ട്. ഇന്ന് നമുക്ക് കൗൺസിലിങ്ങിലൂടെ മറ്റും മാറാൻ പറ്റാത്ത ഫോബിയാസ് ഉണ്ട്. അതായത് NLPയിലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ റീഫ്രെയിമിംഗ് എന്ന് പറയുന്ന ടെക്നിക്കും, അതേപോലെ ആങ്കറിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്. അതേപോലെ ഫാസ്റ്റ് ക്യൂർ ഫോബിയ, അത് ഏറ്റവും നല്ല ഒരു ടെക്നിക്കാണ്. ഇതിലൂടെ നമുക്ക് ഈ ഭയങ്ങളെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. ഈ ഭയങ്ങളെ നമ്മൾ ഫീൽ ചെയ്യുകയാണ്. അതായത് നമ്മളത് നല്ലോണം നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്തിട്ട് അതിനെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭയത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭയത്തെ നമ്മൾ വെറുക്കുകയല്ല ചെയ്യേണ്ടത്, ഭയത്തെ നമ്മൾ പൂർണ്ണമായിട്ട് സ്വീകരിച്ചിട്ട് ആ ഭയത്തിനെ നമ്മൾ ചലഞ്ച് ചെയ്തിട്ട് അതിനെ നമ്മൾ തോൽപ്പിക്കുക ചെയ്യേണ്ടത്. അതായത് നമ്മളിൽ ഒരു റിസ്ക് നമുക്ക് ആവശ്യമാണ്. അതായത് ഒരു ഭയം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ ഭയത്തെ നമ്മൾ മറികടക്കുവാനായിട്ടുള്ള ഒരു മാനസികമായ ശക്തി നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഒരു കുഞ്ഞ് അത് നടക്കാനായിട്ട് തുടങ്ങുമ്പോഴത് പല പ്രാവശ്യം വീഴുന്നു, എന്നിട്ടത് തനിയെ ആ കുഞ്ഞ് നല്ല രീതിയിൽ നടന്നു പോകുന്നു. അപ്പം വീഴ്ചകൾ ഉണ്ടാകുന്നു. ആ വീഴ്ചകളെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളിൽ
നല്ല ഒരു പിന്നെ കറേജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറുന്നത്. നമുക്ക് ഈ ആത്മവിശ്വാസവും അതേപോലെ ഈ ധൈര്യവും മനഃശക്തിയും ഒക്കെ നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ ഈ ജീവിതക്രമത്തിലൂടെയാണ്. ഇന്ന് ധാരാളം തെറാപ്പികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പോഷർ തെറാപ്പി ഉണ്ട്. അപ്പോൾ അതേപോലെ CBT, അങ്ങനെ ധാരാളം തെറാപ്പികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഇന്ന് ലഭ്യമാണ്. നല്ല ഡോക്ടർമാരുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഭയങ്ങൾ കഴിയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു മനുഷ്യന് പാമ്പിനെ പേടിയാണ്. ആ പാമ്പിനെ പേടിയുള്ളത് വ്യക്തിയെ ആദ്യം നമ്മൾ എന്തു ചെയ്യും? പാമ്പിൻ്റെ ചെറിയ രൂപങ്ങൾ കാണിച്ച് പടങ്ങൾ കാണിക്കും. അങ്ങനെ അതിനെ ആ ചിത്രത്തെ തൊടിയിക്കും. ഏത് കാര്യത്തെയാണോ ഭയപ്പെടുന്നത് അതുമായിട്ട് നല്ല ഒരു ബന്ധം പുലർത്തി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഭയത്തെ എടുത്തു മാറ്റുക. എന്നിട്ട് വീണ്ടും പാമ്പിൻ്റെ ഒരു പ്ലാസ്റ്റിക് രൂപത്തെ കൊണ്ടുവന്ന് നമ്മൾ തൊടുന്നു. എന്നിട്ട് അതിൻ്റെ വാലയിൽ തൊടുന്നു, അതിൻ്റെ തലയിൽ തൊടുന്നു. അപ്പം ഇങ്ങനെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കും. അതേപോലെ ഏത് കാര്യത്തെ നമ്മൾ ഭയപ്പെടുന്നത്? നമുക്കറിയാം, ഇന്ന് ഈ ഫോബിയാസിൽ ഉയരത്തെ മരങ്ങളിലോട്ട് കയറാൻ, സ്റ്റെപ്പുകൾ കയറാൻ ഭയം, പല മൃഗങ്ങളെയും ഭയം, അതേപോലെ വെള്ളത്തെ ഭയം, തീയെ ഭയം, ചിലന്തിയെ, പാറ്റയൊക്കെ ഭയം. അതായത് എല്ലാത്തിനെയും മനുഷ്യൻ ഇന്ന് പലതരത്തിൽ നിന്ന് ഭയപ്പെടുകയാണ്. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ചെറിയ ഒരു അവസ്ഥയാണ് ഭയം എന്ന് പറയുന്നത്. അപ്പം ഈ ഓരോന്നിനെയും നമ്മൾ ആ ഭയത്തെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് ഏതിനെയാണോ നമ്മൾ ഭയപ്പെടുന്നത് അതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതുമായിട്ട് നല്ല ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം മാറ്റിക്കളയാനായിട്ട് സാധിക്കും. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ ഞങ്ങൾക്കൊക്കെ പരിശീലനം തരുമ്പോൾ നമ്മളെ തീയിൽ കൂടി നടത്തും. തീ കൂട്ടിയിട്ടിട്ട് ആ വലിയ തീക്കുണ്ടത്തിലൂടെ നമ്മളെ നടത്തും. നമുക്ക് ആ ഭയത്തെ മാറ്റുവാനായിട്ട് നമ്മുടെ നാവിൽ തീ കത്തിച്ച് നമ്മുടെ വായിൽ ഇട്ട് തരും. അപ്പം വലിയ ഭയമുള്ളതെല്ലാം മാറിപ്പോകും. കൊച്ചു കുട്ടികൾക്ക് അവരുടെ ഒരു വിരൽ കൊണ്ട് പെൻസിൽ അത് അടിച്ച് അത് ഒടിപ്പിക്കും. അപ്പോൾ അവരുടെ ആ ഉള്ളിലെ ഭയം മാറിപ്പോകുന്നു. അതേപോലെ നെയിൽ ബെഡിലൂടെ നടത്തുക. ഇങ്ങനെ ഓരോരോ രീതിയിൽ ഈ ഭയത്തെ നമ്മൾ മറികടക്കുവാനുള്ള പരിശീലനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റും ഉള്ള ഈ ഭയം മൂലം കഷ്ടപ്പെടുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ അവർക്ക് പ്രത്യേകമായ ഒരു ബോധവൽക്കരണം നടത്തി അവരുടെ ഭയത്തിൽ നിന്ന് നമുക്ക് വിടുവിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ഓരോ പ്രയത്നങ്ങളും നല്ല ഒരു വ്യക്തിയായി മാറുവാനായിട്ട്, എന്തിനേയും നേരിടുന്ന ഒരു നല്ല മനസ്സുള്ള, നല്ല ധൈര്യമുള്ള ഒരു വ്യക്തിയായി മാറുവാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ ഭയമില്ലാത്ത, ഭയത്തെ സ്നേഹിക്കുകയും പക്ഷേ അമിത ഭയം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ പോകണം. NLPയിൽ നമ്മൾ ആ ഭയപ്പെടുന്ന വ്യക്തിയെ നമ്മൾ വലുതായിട്ട് കാണുകയാണ്. നമ്മൾ ഒരു വ്യക്തിയെ വലുതായിട്ട് കാണുന്നത് കൊണ്ട് ആ ആളിനെ നമ്മൾ ഭയപ്പെടുന്നത്. പക്ഷേ നമ്മൾ തിരിച്ചു ചിന്തിക്കുവാനായിട്ടാണ് NLP പഠിപ്പിക്കുന്നത്. നമ്മളൊരു വലിയ ആളും ആ വ്യക്തി ഒരു ചെറിയ ഒരാളുമായിട്ട് കാണുക. അപ്പോൾ നമ്മളുടെ ഭയം മാറ്റപ്പെടും, നമ്മളിൽ കൂടുതൽ ശക്തി കിട്ടും, നമ്മൾ കൂടുതൽ ബഹുമാനിപ്പിക്കപ്പെടും, നമുക്ക് നല്ല ഒരു സ്വന്തമായ നല്ല ഒരു ആത്മീയമായ ഉണർവ് കിട്ടും, നമ്മുടെ കൂടെ ഈശ്വരൻ്റെ ഒരു ശക്തി ഉണ്ടെന്നുള്ള ബോധം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല. നന്ദി, നമസ്കാരം.